ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് NCERT ക്ലാസ് 7th ബോർ ഓർ ബർക്ക എന്ന് പറയുന്ന ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ബോർ ഓർ ബർക്ക എന്ന് പറയുന്ന കവിത മീരാബായിയുടെയാണ്. മീരാബായി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മീരാബായി ഒരു കൃഷ്ണഭക്തയാണ്. പുള്ളിക്കാരിക്ക് കൃഷ്ണനോട് സ്നേഹമാണ്, പ്രേമമാണ്. ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരി എല്ലാം പാടുന്നതൊക്കെ, കവിതയൊക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മീരാബായി ഒരു കവിതയും എഴുതിയിട്ടില്ല. മീരാബായി പാടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് എഴുതിയത് വേറെ ആളാണ്. അന്നേരം നമ്മുടെ ഈ ബോർ ഓർ ബർക്ക എന്ന് പറയുന്ന കവിതയിൽ 2 സ്റ്റാൻസ തന്നിട്ടുണ്ട്. അതിനകത്തെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നതാണ് നമ്മുടെ കൃഷ്ണൻ്റെ അമ്മയായിട്ടുള്ള യശോദ ഉണ്ടല്ലോ. യശോദ തൻ്റെ കുഞ്ഞിനെ ഉണർത്തുന്നതായിട്ട്, അതായത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞു വാവയല്ലേ കൃഷ്ണൻ, ചെറിയ വാവയായിരുന്ന സമയത്ത് അതിനെ ഉണർത്താനുള്ള ഇതാണ്. അതായത് ഒത്തിരി പൊടി കുഞ്ഞു വാവയല്ല, എന്നാലും കുറച്ച് വളർന്നരുത്. പക്ഷെ കൃഷ്ണനോട് ഭയങ്കര ലാളനയും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര സ്നേഹമാണ് അല്ലേ, കൊഞ്ചിച്ച് വളർത്തിയതല്ലേ. അന്നേരം കൃഷ്ണനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനായിട്ടുള്ള പാട്ടാണ് ഇത് പറയുന്നത്. അതായത് യശോദ ചെന്നിട്ട് കുഞ്ഞിനെ ഉണർത്തുന്നു, അതായത് തൻ്റെ കുഞ്ഞായ കൃഷ്ണനെ ഉണർത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, ഏതൊക്കെ രീതിയിൽ പറഞ്ഞിട്ടാണ് ഉണർത്തുന്നത്, നമുക്ക് അതാണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അന്നേരം ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വായിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്ന വേർഡ്സിൻ്റെ മീനിങ്സ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വേർഡ് മീനിങ് നോക്കിയിട്ട് ഇതിനെ ഭാവാർത്ഥ്, അതായത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും, എക്സ്പ്ലനേഷൻ ചെയ്യും. എന്നിട്ട് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അന്നേരം നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ എന്താന്ന് നോക്കാം. എല്ലാവരും ഇതിലേക്ക് നോക്കുക. ജാഗോ ബംസി വാരെ ലൽന, ജാഗോ മോരെ പ്യാരെ. അതായത് ജാഗോ ബംസി വാരെ ലൽന എന്ന് പറയുമ്പോൾ എന്താണ്, ജാഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കപ്പ്, ഉണരാനാ പറയുന്നത് അല്ലേ. ജാഗോ ബംസി വാരെ. ബംസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാസുരി ഇല്ലേ, നമ്മുടെ ഓടക്കുഴൽ. അന്നേരം ഓടക്കുഴൽ വായിക്കുന്ന ആളാണല്ലോ നമ്മുടെ കൃഷ്ണൻ. അന്നേരം പറയാണ് ജാഗോ ബംസി വാരെ ലൽന. ലൽന എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ പൊന്നു മോനെ, അതായത് പ്യാരെ ബേട്ട അങ്ങനെയൊക്കെ പറയത്തില്ലേ, ലവ്ലി സൺ. ലൽന എന്ന് വെച്ചാണ് ലവ്ലി സൺ, അതായത് പ്യാര ബേട്ട. ജാഗോ മോരെ പ്യാരെ. ജാഗോ വീണ്ടും വേക്കപ്പ് എന്ന് പറയാണ്. മോരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേരെ, എൻ്റെ. പ്യാരെ അതായത് മോനോട് പറയുവാണ്, എൻ്റെ പ്രിയപ്പെട്ട മോനെ നീ ഉണര്. രജനി ബീത്തി ഭോർ ഭയോ ഹെ ഘർ ഘർ ഖുലെ കിവാരെ. രജനി എന്ന് പറയുന്നത് എന്താണ്, രജനി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി. ബീത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, അതായത് രജനി ബീത്തി രാത്രി കഴിഞ്ഞു. ഭോർ ഭയോ, ഭോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബഹ്. ഭോർ എന്ന് പറയുന്നത് എന്താണ്, സുബഹ് രാവിലെയായി. ഘർ ഘർ കുലെ കിവാരെ. ഘർ ഘർ കുലെ, കിവാരെ എന്ന് വെച്ചാൽ എന്താണ്, ദർവാസ, അതായത് വാതിൽ. എല്ലാ വീടിൻ്റെ വാതിലുകളൊക്കെ തുറന്നു. അതായത് മോനോട് പറയാ, മോനെ കൃഷ്ണ രാത്രി കഴിഞ്ഞു, രാത്രി കഴിഞ്ഞ് അത് പോയി, ഇപ്പം നമുക്ക് രാവിലെ ആയിട്ടുണ്ട്, എല്ലാ വീടിൻ്റെയും കഥകളൊക്കെ തുറന്നിട്ടുണ്ടെന്ന് പറയുക. പിന്നെന്താ പറയുന്നേ, ഗോപി ദഹി മഥത്. ഗോപി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗോപികമാര്. അവര് ദഹി എന്ന് വെച്ചാൽ കേട്, തൈര്. മഥത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേൺ ചെയ്യാന്ന് പറയത്തില്ലേ, ആ തൈര് നമ്മളിങ്ങനെ വേറൊരു വടി, ആ സമയത്ത് ഒരിത് വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൈര് കടയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ്സ്, അതാണ് മഥത് എന്ന് പറയുന്നത്. സുനിയത് ഹെ കങ്കന കെ ജൻകാരെ. സുനിയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനന. കങ്കന എന്ന് വെച്ചാൽ എന്താന്ന്, ബാംഗിൾസ്. അതാണ് പറയുന്നത്. അതായത് ഗോപികമാരൊക്കെ എഴുന്നേറ്റ് അവർ ദഹിയൊക്കെ, അതായത് തൈരൊക്കെ കടയുന്നുണ്ട്, അവരവരുടെ ജോലിയൊക്കെ ചെയ്ത് തുടങ്ങി. പിന്നെ നമുക്ക് വേറെ എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ കയ്യിൽ കിടക്കുന്ന വളകളുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഉഠോ ലാൽജി, അതായത് ലാൽജി എന്ന് പറയുന്ന കൃഷ്ണനോട് പറയാണ്, എഴുന്നേക്ക് കൃഷ്ണ മോനെ. ഭോർ ഭയോ ഹെ സുർനർ ഡാഠേ ദ്വാരെ. അതിനകത്ത് സുർനർ എന്ന് പറയുന്നുണ്ട് അല്ലേ. സുർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം, ഗോഡ്. നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരാണ്, ഹ്യൂമൻ. എന്നിട്ട് പറയാണ്, ഡാഠേ എന്ന് പറയുന്നത് എന്താണ്,
ഡാട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖടേ ഹെ, അതായത് നിൽക്കുന്നുണ്ട്. ഡാട്ടെ. ദ്വാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ മുന്നിൽ. അന്നേരം ഈ ഒരു ലൈൻ്റെ അർത്ഥം എന്തുവാണ്? ഉഠോ ലാൽജി ഭോർ ബയോ ഹെ സുർനർ ഢാട്ടെ ദ്വാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ നീ എഴുന്നേക്ക്. ഇപ്പം ഭോർ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു രാവിലെയാണ് അല്ലേ, സുബഹാണ്. രാവിലെയായി ദൈവവും മനുഷ്യരും എല്ലാവരും എവിടെ നിൽക്കുന്നുണ്ട്? നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അടുത്ത ലൈൻ നോക്കിയേ. ഗ്വാൽ ഭാൽ സബ് കരത്ത് കുലാഹൽ ജയ ജയ സബദ് ഉച്ചാരേ. നമ്മുടെ ഇതിനകത്ത് ഗ്വാൽ ബാൽ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഗ്വാൽ ബാൽ സബ് കരത്ത് കുലാഹൽ. ഗ്വാൽ ബാൽ എന്ന് പറയുന്നത് എന്താണ്? അതായത് അവിടെയുള്ള പശുവിനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് ഗ്വാൽ ബാൽ. ഗ്വാൽ ബാൽ സബ് കരത്ത് കുലാഹൽ, അവരൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഗ്വാൽ ബാൽ സബ് കരത്ത് കുലാഹൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പശുക്കളെ കൊണ്ട് നടക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? കുലാഹൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ്, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ജയ ജയ് സബദ് ഉച്ചാരേ, അതായത് ജയ ജയ് എന്ന് പറയുവാണ്. സബദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക്. ജയ ജയ് എന്ന വാക്ക് എല്ലാവരും ഉച്ചാരേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചരിക്കുകയാണ്, പറയുവാണ്. മാഖൻ റോട്ടി ഹാത്ത് മഹ ലീനി ഗാവൻ കെ റഖ്വാരെ. മാഖൻ റോട്ടി എന്താ? മാഖൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ. റോട്ടി നമുക്കൊക്കെ അറിയാം അല്ലേ. മാഖൻ റോട്ടി ഹാത്ത് മഹ ലീനി, അതായത് ബട്ടറും അതുപോലെ തന്നെ റോട്ടിയും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഗാവുവൻ കെ റഖ്വാരെ. ഗാവുവൻ എന്ന് പറയുന്നത് എന്താണ്? കൗസ്, പശുക്കളെയാണ് ഗാവുവൻ എന്ന് പറയുന്നത്. റഖ്വാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ടേക്കർ, അതായത് ഈ പശുവിനെ നോക്കുന്നവര്. ഈ പശുവിനെ നോക്കുന്നവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? മാഖൻ റോട്ടി ഉണ്ട് അല്ലേ, അതായത് ബട്ടറും റോട്ടിയുണ്ട്. പിന്നെ അതിലെ ലാസ്റ്റ് ലൈൻ നോക്കിയേ. മീര കെ പ്രഭു ഗിരിധർ നാഗർ സരൺ ആയ കോ താരെ, അതായത് മീര കെ പ്രഭു ഗിരിധർ. മീര എന്ന് പറയുന്ന ആള്, അതായത് ഈ മീര ഭായിനെയാണ് മീര എന്ന് പറയുന്നത്. പുള്ളിക്കാരി പറയാണ് മീര കെ പ്രഭു ഗിരിധർ നാഗർ. ഗിരിധർ നാഗർ എന്ന് പറയുന്നത് കൃഷ്ണനെയാണ്. അതായത് ആ പർവ്വതം മൊത്തം ഇങ്ങനെ ഒറ്റ വിരലിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് എല്ലാവരും രക്ഷിച്ചല്ലേ, അതാണ് പറയുന്നത്. മീര കെ പ്രഭു ഗിരിധർ നാഗർ സരൺ ആയ കോ താരെ. സരൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണിൽ, അതായത് റെഫ്യൂജ്. നമ്മുടെ കൃഷ്ണന്റെ ശരണിൽ ഇപ്പം എല്ലാവരും വന്നിട്ടുണ്ട്, അതിനാണ് ശരൺ, സരൺ എന്ന് പറയുന്നത്. സരൺ ആയാക്കോ താരെ. താരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിഫ്റ്റ്, അതായത് ഉയർത്തിപ്പിടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കൃഷ്ണനോട് രക്ഷിക്കണം എന്നുള്ളൊരു ഇതിലാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതൊക്കെ വായിച്ചു. ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക, ചെറിയൊരു സമ്മറി ആയിട്ട് പറഞ്ഞുതരാവേ. ഇനി എക്സ്പ്ലനേഷനാണ് തരാൻ പോകുന്നത്. അതായത് നേരത്തെ നമ്മൾ ആ ഒരു സ്റ്റാൻസ വായിച്ചായിരുന്നല്ലോ, അതിൻ്റെ. यशोदा माँ द्वारा कान्हा जी को सुबह जगाने का वर्णन कर रही है. അതായത് യശോദ മാ, കൃഷ്ണൻ്റെ അമ്മയായിട്ടുള്ള യശോദ രാവിലെ കൃഷ്ണനെ ഉണർത്താൻ വേണ്ടിയുള്ള വർണ്ണനമാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. യശോദ മാത കാനാ ജി സെ कहती है कि उठो काना. കാനാജിയോട് എന്താ പറയുന്നേ? ഉഠോ കാന, എഴുന്നേക്കൂ കൃഷ്ണ. रात खत्म हो गई है और सभी लोगों के घरों के दरवाजे खुल गए हैं. അതായത് രാത്രി കഴിഞ്ഞിരിക്കുന്നു കൃഷ്ണ, എല്ലാവരെയും വീടിൻ്റെ കഥകളൊക്കെ തുറന്നിട്ടുണ്ട്. ജറാ ദേഖോ സബി ഗോപിയാ ദഹി മത്കർ തുമാരാ മൻ പസന്ദ് മഖൻ നിക്കാൽ രഹി ഹെ. അതായത് കൃഷ്ണനോട് പറയാണ്, കൃഷ്ണ നോക്കൂ, എല്ലാ ഗോപികമാരും ദഹി അത് കടഞ്ഞിട്ട് എന്ത് ചെയ്ത്, മഖൻ ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട മഖൻ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. दरवाजे पर देवता और सभी मनुष्य तुम्हारे दर्शन करने के लिए इंतजार कर रहे हैं. അതായത് കഥയിൽ, അതായത് വാതിലിൻ്റെ അടുത്ത് എല്ലാ ദേവതാമാരും അതുപോലെ തന്നെ മനുഷ്യന്മാരും നിന്നെ കാണാനായിട്ട് വന്ന് വെയിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞെന്താ, തുമാരെ സഭി ഗ്വാൽ മിത്ര ഹാത്ത് മേ മാഖൻ റോട്ടി ലേക്കർ ലിയെ ദ്വാർ പർ ഖടേ ഹെ. അതായത് നിന്റെ എല്ലാ ഗ്വാൽ മിത്രകളും അവർ കയ്യിൽ എന്തെടുത്തിട്ടുണ്ട്? മാഖൻ റോട്ടിയും കൊണ്ടുവന്നിട്ട് നമ്മുടെ വാതിലിൻ്റെ അടുത്ത് നിൽപ്പുണ്ടെന്ന് പറയുന്നു.
और तुम्हारी जय जयकार कर रहे हैं. പിന്നെ നിന്റെ ജയ ജയകാർ, അതായത് ആ കൃഷ്ണന്റെ പേര് വിളിച്ചിങ്ങനെ ജയ ജയ പാടിക്കൊണ്ടിരിക്കുകയാണ്. वो सब गाय चराने जाने के लिए तुम्हारा इंतजार कर रहे हैं. അവരൊക്കെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? പശുവിന് പുല്ല് കൊടുക്കാനായിട്ട് പോവാനായിട്ട്. അന്നേരം കൃഷ്ണനെയും കൂട്ടി പോവാന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്റസാർ ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത്. ഇസ്ലിയെ ഉഡ് ജാओ ഖാന. അതുകൊണ്ട് തന്നെ അമ്മ യശോദ പറയാണ്, എഴുന്നേക്ക് മോനെ കൃഷ്ണ. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസ പഠിച്ചതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് എന്താ പറയുന്നത്? ബംസി വാരെ ലൽന, മോരെ പ്യാരെ ലാൽജി, ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് കഹത്തെ ഹുവേ യശോദ കിസ്സെ ജഗാനെ കാ പ്രയാസ് കർത്തി ഹെ. ഇത് രണ്ടും പറഞ്ഞിട്ട് യശോദ ആരെ ഉണർത്താനാ നോക്കുന്നത്? ഓർ കോൺ കോൺ സി ബാത്തേ കഹത്തി ഹെ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ആൻസർ ആണ് യഹാ യശോദ കൃഷ്ണ കോ ജഗാനെ കാ പ്രയാസ് കർത്തി ഹെ. ഇവിടെ യശോദ കൃഷ്ണനെ ഉണർത്താനുള്ള പ്രയാസമാണ് ചെയ്യുന്നത്. ഓർ കഹത്തി ഹെ, എന്നിട്ട് പറയുന്നുണ്ട്, എന്താ പറഞ്ഞ്? സുബഹ ഹോ ഗയി ഹെ, രാവിലെ ആയി. ഹർ ഘർ കെ ദർവാസെ പർ സാധു സന്ത് ഖഡെ ഹെ. എല്ലാ വീട്ടിലെ ദർവാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിൽ ആരുണ്ട്? സാധു സന്ത് വന്ന് നിപ്പുണ്ട്. സബി ഗ്വാൽ ബാൽ ഷോർ മച്ചാ രഹേ ഹെ. അവിടെയുള്ള എല്ലാ ഗ്വാൽബാൽമാരും എന്ത് ചെയ്യുന്നുണ്ട്? ഷോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. മാഖൻ ഓർ റോട്ടി ഹാത്ത് മേ ലേക്കർ ഗായോं की रखवाली के लिए जा रहे हैं. ഗോപിയോं के हाथ के कंगन बज रहे हैं. അവിടെ നമ്മുടെ ഈ മാഖൻ റോട്ടി, അതായത് ബട്ടറും റോട്ടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഗായോക്കി റഖ്വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ നോക്കുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ പോകുന്നുണ്ട്. പിന്നെ ഗോപികളുടെ കയ്യിൽ എന്താണ് സൗണ്ട് കേൾക്കുന്നത്? കങ്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വള, ബാംഗിൾസിൻ്റെ ഒച്ചയും കേൾക്കുന്നുണ്ട്. ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണന്റെ വീടിൻ്റെ ഡോറിൻ്റെ അടുത്ത് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഈശ്വരന്മാരും അതുപോലെ തന്നെ മനുഷ്യരും വന്നിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? കൃഷ്ണന് വേണ്ടി. കൃഷ്ണനെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അതായത് പശുവിനെ പുല്ല് തീറ്റിക്കാനായിട്ട് പോകാനായിട്ട് കൃഷ്ണനെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഗായയുടെ റഖ്വാല എന്ത് ചെയ്യുന്നത്? കൃഷ്ണന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഗോപികൾ മറ്റേ ദഹി അതൊക്കെ ബേണിങ് ചെയ്യാൻ നേരം എന്ത് കേൾക്കുന്നുണ്ടായിരുന്നു? അവരുടെ കൈകളിലെ സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് കൃഷ്ണൻ്റെ അടുത്ത് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് അന്നേരം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്താണ് നീച്ചെ ദീ ഗയി പങ്ക്തി കാ ആശയ അപ്നെ ശബ്ദോമേ ലിഖിയെ. താഴെ തന്നിരിക്കുന്ന പങ്ക്തിയുടെ നമ്മുടെ വേർഡ്സിൽ എഴുതാനാണ് പറയുന്നത്. മാഖൻ റോട്ടി ഹാത്ത് മാഹലീനി ഗൗവൻ കെ രഖ്വാരെ. ഇതിൻ്റെ അർത്ഥം എന്താ? അതായത് മാഖനും റോട്ടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് പശുക്കളെ നോക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവരവിടെ ഉണ്ടല്ലേ. അതായത് നമ്മൾ എങ്ങനെ എഴുതും ഇതിനെ? ഗായോं के रखवाले सभी ग्वाल बाल हाथ में माखन और रोटी लिए हुए हैं. അതായത് ഗായനെ നോക്കുന്ന പശുവിനെ നോക്കുന്ന ആൾക്കാർ എല്ലാവരും അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ കയ്യിൽ മാഖൻ, അതായത് ബട്ടറും റോട്ടിയും കൊണ്ട് നിൽക്കുകയാണ്. അതല്ലേ ഈ പറഞ്ഞ ലൈനിന്റെ അർത്ഥം. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. പടേ ഹുए पद के आधार पर ब्रज की बोर का वर्णन कीजिए. അതായത് ഇനി അവിടുത്തെ ആ ബ്രജ്, അവരുടെ ആ സ്ഥലത്തിന്റെ ബോറിന്റെ വർണ്ണൻ. ബോർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ബോർ എന്ന് പറയുന്നതാണ് സുബഹ്, രാവിലെ, മോർണിംഗ്. ഇനി നമുക്ക് ആ രാവിലത്തെ ആ ഒരിത് വർണ്ണനമാണ് ചെയ്യേണ്ടത്. ब्रज में बोर होते ही सभी घरों के दरवाजे खुल जाते हैं. അതായത് രാവിലെ ആകുമ്പോൾ തന്നെ അവിടുത്തെ എല്ലാ ദർവാസയും തുറക്കും. ഗോപിയോं की कंगनों की खनकार सुनाई देने लगी. അതായത് രാവിലെ ആകുമ്പോൾ തന്നെ ഈ ഗോപികൾ അവരുടെ ജോലിയിൽ ബിസിയാകും. അങ്ങനെ അവരവരുടെ ജോലി ചെയ്യുമ്പോൾ വള കിടന്ന് കിളിങ്ങുന്ന സൗണ്ട് കേൾക്കും. ക്യോങ്കി വേ സബ് ദഹി മത് രഹി ഹെ. അതെന്തുകൊണ്ട് സൗണ്ട് കേൾക്കുന്നത്? കാരണം അവര് ദഹി മത് ചെയ്യുവാണ് അല്ലേ. സബ് ഗ്വാൽ ബാൽ ഹാത്ത് മേ മാഖൻ റോട്ടി ലേക്കർ ഗായോं को
ചരാനെ ജാനേക്ക് പ്രതീക്ഷ കർ രഹേ ഹെ. അവിടെയുള്ള എല്ലാ ആൾക്കാരും പശുവിനെയും കൊണ്ട് പുല്ല് തീറ്റിക്കാനായിട്ട് പോവാനാണ് അല്ലേ. അവരന്നേരം എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കൈകളിൽ മാഖൻ റോട്ടിയും കൊണ്ട് വന്ന് പ്രതീക്ഷ ചെയ്യുവാണ്, വെയിറ്റ് ചെയ്യുവാണ് കൃഷ്ണന് വേണ്ടി. ഓക്കെ, അന്നേരം ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസ ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ്. സെക്കൻഡ് ഇതുപോലെ തന്നെ എളുപ്പമുള്ള സാധനമാണ്. അന്നേരം നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അന്നേരം നമ്മുടെ ഈ ഫസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് സ്റ്റാൻസ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇപ്പം നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ സെക്കൻഡ് സ്റ്റാൻസ നമ്മൾ അതിൽ പഠിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൽ തന്നെ നോക്കും. ഓക്കെ, അന്നേരം നമ്മൾ ഇന്ന് കവർ ചെയ്ത പോർഷൻസ് നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.